ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ആലീനെ സ്റ്റാൻലിയുടെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ സ്റ്റാൻലിയുമായിട്ട് ചെറിയ ഉടക്കുകളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് അലീന ഇങ്ങനെ മുന്നോട്ട് പോവാണ്. സ്റ്റാൻലിക്കാണെങ്കിലും അലീന എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. കൂടാതെ സ്റ്റാൻലിയുടെ അപ്പച്ചൻ ഔതക്കുട്ടിച്ചായനും അവിടെ വന്ന് താമസാക്കിയിരിക്കുകയാണ്. അലീനയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് കേട്ടോ ഔതക്കുട്ടിച്ചായനും അവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ സ്റ്റാൻലിയുമായിട്ട് ചെറിയ കുറുമ്പുകളൊക്കെ കാണിച്ച് സ്റ്റാൻലിയെ ഒന്ന് നേർവഴിക്കൊക്കെ നയിച്ച് നടക്കുകയാണ് നമ്മുടെ അലീന. അതേ സമയത്ത് നമ്മുടെ മനുശങ്കർ അവിടെ എത്തുന്നുണ്ട് അലീനയെ ഒന്ന് കാണാനായിട്ട്. അങ്ങനെ മനുശങ്കർ വന്ന് അലീനയെ കണ്ടിട്ട് പോവാണ്. വളരെ വികാരാധീനമായിട്ടുള്ള ഒരു രംഗങ്ങളൊക്കെയാണ് കേട്ടോ. അലീനയും മനുവും തമ്മിലുള്ള പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ. അത് നമ്മുടെ ഔതക്കുട്ടിച്ചായന് മനസ്സിലാകാണ് കേട്ടോ. ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. വേറൊരു വീട്ടുവേലക്കാരിയെ തേടി മനു ഇവിടം വരെ എത്തില്ല എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാകാണ്. അങ്ങനെ അവർ തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധത്തിന് തനിക്ക് താല്പര്യമില്ല എന്ന് സ്റ്റാൻലി ഔതക്കുട്ടിച്ചായനോട് പറയുകയും അലീനയോട് ഔതക്കുട്ടിച്ചായൻ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന തുറന്ന് സമ്മതിക്കുകയാണ്, മനുവേട്ടനെ എനിക്ക് മറക്കാൻ പറ്റില്ല വല്യപ്പച്ചാന്ന്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വീടിൻ്റെ വാതിക്കൽ ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ്. ആ വണ്ടിയിൽ നിന്ന് മനു ഇറങ്ങുകയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ദേ ആ വീട്ടിൽ പട്ടികൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് വീടിൻ്റെ മുറ്റത്തോട്ടൊന്നും കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോവാന്ന് പറയുക. അങ്ങനെ പണം കൊടുത്തിട്ട് അകത്തേക്ക് കയറി വരികയാണ് മനു. അപ്പോഴാണ് അലീന വണ്ടിയുടെ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ അതാ മനുവേട്ടൻ വരുന്നു. അലീന മുറ്റത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. നായ്ക്കൾ കുറച്ചുകൊണ്ട് പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും അലീന അവരെയെല്ലാം പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് മനുവിനെ വിളിക്കുന്നുണ്ട്, മനുവേട്ടാ വാ, അകത്തോട്ട് വാ. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മനുവേട്ടൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എന്തൊരു അത്ഭുതമായിരിക്കുന്നു, ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പം മനു പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കാണാൻ വരാൻ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നീ അവിടുന്ന് പോകുന്നതല്ലേ, ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. നിനക്ക് കാണണമെന്ന് തോന്നിയില്ലേലും എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഒന്ന് വരുവും അന്വേഷിക്കാതിരിക്കാനും ഒക്കെ എനിക്ക് പറ്റുമോ അലീന എന്ന് ചോദിക്കുമ്പം അലീനയ്ക്ക് തന്നെ എന്തോ പോലെ ആവുക. അലീന പറയാ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാനും മനുവേട്ടൻ്റെ കാര്യം എപ്പോഴും മനസ്സിൽ ആലോചിക്കാറുണ്ട്. വാ, അകത്തേക്ക് വാ, എൻ്റെ വീടും പപ്പായയും എല്ലാം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മനുവിനെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. മനുവിനും അലീനയെ കാണുമ്പോൾ നല്ല സന്തോഷമാകുന്നുണ്ടെങ്കിലും മനുവിൻ്റെ മനസ്സിലൊരു പരിഭവമൊക്കെ ഉണ്ട് അലീനയോട്. അങ്ങനെ അലീനയും മനുവും തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഔതക്കുട്ടിച്ചായൻ കാണുന്നുണ്ട്. ഉടനെ തന്നെ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട് അലീനയോട്, മോളെ ഇതാരാ മോളെ എന്ന് ചോദിക്കുക. ആ അതപ്പച്ച, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് വീട്ടിലില്ലേ അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയാണ്. അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളോ? അതാരാ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയാ, അത് അമ്മയുടെ ആങ്ങളയുടെ മോനാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഔതക്കുട്ടിച്ചായന് കാര്യങ്ങളൊക്കെ പിടികിട്ടുക. നല്ലൊരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് മനുവും പെരുമാറുന്നത് അലീനയോട്. രണ്ടുപേരും നല്ല സ്നേഹമായിട്ട് പെരുമാറുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മനു എന്നോട് എല്ലാ വിശേഷങ്ങളും പറയാണ്. പപ്പായെക്കുറിച്ച് പറയുമ്പം അലീനയ്ക്ക് 100 നാവാണ്. മനു ആണെങ്കിൽ അന്തം വിട്ടിതെല്ലാം കേട്ടിരിക്കുകയാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അച്ഛനെ വിളിക്കാറില്ലേ നീ എന്ന് ചോദിക്കുക. അങ്കിള് വരാറും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് മനു. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഉണ്ട്, അച്ഛനെ ഞാൻ വിളിക്കാറുണ്ട്, ദിവസം തന്നെ വിളിക്കാറുണ്ട്. അച്ഛൻ ഇടയ്ക്ക് ഇവിടെ വന്ന് അന്വേഷിച്ചൊരു പോകാറുമുണ്ട്. അതുപോലെ രോഹിത്തിനെയും ബബിതയും എല്ലാം ഞാൻ വിളിക്കാറുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് നിന്നെ വിളിക്കാറില്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാം, പിന്നെ കൃഷ്ണമോള് 2 ദിവസം കൂടുമ്പോഴെങ്കിലും വിളിക്കും, ഞങ്ങൾ വിശേഷങ്ങളെല്ലാം പറയുമെന്ന് പറയാം. അപ്പം മനു അലീനയോട് ചോദിക്കുക, നിനക്കിവിടെ സന്തോഷമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന വാ തോരാതെ സ്റ്റാൻലിയുടെ കാര്യം പറയാണ് കേട്ടോ. അതെ, എനിക്കിവിടെ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ പപ്പായ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആളൊരു കർക്കശക്കാരനൊക്കെയാണ് കേട്ടോ. കണ്ടാലൊരു പുലിയാണ്, ചീറ്റിക്കൊണ്ട് വരും. പക്ഷേ എൻ്റെ മുമ്പിലൊരു പൂച്ചയാണ്. ഞാൻ ദേ അങ്ങനെ ആക്കി നിർത്തിയിരിക്കുകയെന്ന് പറയാം. അപ്പം മനു ചോദിക്കുന്നുണ്ട്, നിന്നോട് പപ്പായ്ക്ക് ഇഷ്ടമൊക്കെയാണോ അതോ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നോട് പപ്പായ്ക്ക് ഒരു ദേഷ്യമില്ല, ഒരിത്തിരി ബലം പിടുത്തമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എന്നോട് ഭയങ്കര സ്നേഹ. ഞാൻ എന്ത് പറഞ്ഞാലും പപ്പ അത് സാധിച്ചു തരികയും അത് എതിർത്ത് പറയാതിരിക്കുകയും ഒക്കെ ചെയ്യും. കണ്ടാലുള്ള ആ മസിൽ പിടുത്തമൊക്കെ ഉള്ളൂ. ആളൊരു പാവാണെന്നേ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പപ്പായ്ക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയാം. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ വല്യപ്പച്ചന് നിന്നോട് ദേഷ്യമാണെന്നല്ലേ ആദ്യം പറഞ്ഞത്? നിന്നെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ ഇങ്ങോട്ട് വരികയാണെന്നാണല്ലോ അന്ന് കേട്ടത്. എന്നിട്ട് ഇപ്പോൾ വല്യപ്പച്ചൻ എന്താ ഇവിടെ സ്ഥിരതാമസമാക്കിയത്?
അപ്പോൾ അലീന പറയാം, അതല്ലേ രസം, വല്യപ്പച്ചൻ എന്നെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാ. വന്ന് എന്നെ കണ്ടപ്പം വല്യപ്പച്ചൻ ഫ്ലാറ്റായി. ആഹാ, അതെന്താ അത്രയ്ക്കിഷ്ടം നിന്നോട്? അതേന്നേ, വല്യപ്പച്ചൻ്റെ ഭാര്യ ചിന്നമ്മയുടെ അതേ രൂപമാണ് ഞാനെന്നാ പറയുന്നത്. ഒരേ അച്ചിലിട്ട് വാർത്തതുപോലെ. ചിന്നമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നതെന്നും ചിന്നമ്മയുടെ ശബ്ദം പോലും അതുപോലാണെന്നോ വല്യപ്പച്ചൻ പറയുന്നത്. എന്നെ കണ്ടതോടെ വല്യപ്പച്ചൻ ചിന്നമ്മയുടെ ഓർമ്മകളിലേക്കൊക്കെ പോയി. എൻ്റെ ചിന്നമ്മ തന്നെയാണോ ഈ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ വല്യപ്പച്ചന് എൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ മോൻ്റെ മോള് തന്നെയാണ് നീ എന്ന് പറയാ. എന്നോട് ഭയങ്കര സ്നേഹ. പുനലൂരായിരുന്നു, ഇപ്പോഴേ കുളത്തുപുഴയിൽ വന്ന് നിൽക്കുന്നത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാ. ഇടയ്ക്കൊക്കെ വരുമായിരുന്നു, ഇപ്പോൾ ദേ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാ. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണെന്നേ. പിന്നെ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാം ഭയങ്കര ഗുഡായിപ്പായിരുന്നു. അവരെയൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടു. ഞാൻ ഇവിടുത്തെ ഭരണമൊക്കെ അങ്ങ് ഏറ്റെടുത്തു മനുവേട്ടാ എന്ന് പറയണം. അപ്പം മനു പതുക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്നെ മാത്രം മറന്നുപോയി അല്ലേ അലീനയെന്ന് ചോദിക്കുക. അലീന അന്നേരം പറയുന്നുണ്ട്, മനുവേട്ടാ എന്താ ഈ പറയുന്നത്? ഞാനിവിടെ വന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ടാണോ മനുവേട്ടാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം മനു പറയുന്നുണ്ട്, അല്ല, നീ ഇവിടെ ഒരു അധികാരത്തിലൊക്കെ ആണല്ലോ. അവിടെ നിന്ന അലീനയെ പോലൊന്നും അല്ല ഞാൻ ഇവിടെ നിന്നെ കാണുന്നത്. നിന്റെ രൂപവും ഭാവവും ശബ്ദവും വരെ മാറിപ്പോയി എന്ന് പറയുക. അപ്പം അലീന പറയാ, അത് പിന്നെ മാറണ്ടേ മനുവേട്ടാ, അവിടെ ഞാനൊരു വീട്ടുവേലക്കാരിയെ പോലെ നിന്നു. ഇവിടെ ഞാൻ അങ്ങനെയല്ലല്ലോ. ഇവിടെ എൻ്റെ പപ്പായുടെ മോളല്ലേ, അതിൻ്റെ അധികാരം ഞാൻ കാണിക്കണ്ടേ? അതെനിക്ക് അർഹതപ്പെട്ടതല്ലേ മനുവേട്ടാ എന്ന് ചോദിക്കുക. മനു പറയുന്നുണ്ട്, അതെ, അതൊക്കെ അർഹതപ്പെട്ടതാ. അത് നിനക്ക് മാത്രം അർഹതപ്പെട്ട, അതൊക്കെ നീ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്തു എന്ന് പറയാണ്. ആ മനുവേട്ടൻ എൻ്റെ പപ്പായെ കണ്ടില്ലല്ലോ, വാ ഞാൻ പപ്പായെ കാണിക്കാമെന്ന് പറഞ്ഞ് മനുവിനെ കൂട്ടിക്കൊണ്ട് പോവാ. അങ്ങനെ സ്റ്റാൻലിയെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഇത് മനുവേട്ടൻ എന്ന് പറയാണ്. അപ്പോഴേക്കും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനു പറയുക. അപ്പോൾ സ്റ്റാൻലിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാകുന്നത് കേട്ടോ. വൈജിയുടെ ആങ്ങളയുടെ മോൻ. അവരോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത സ്റ്റാൻലിക്ക് മനുവിനോടും അത്ര താല്പര്യമൊന്നും തോന്നിയില്ല. മനുവും അലീനയുമായിട്ട് ഇടപഴകുന്ന കാണുമ്പം സ്റ്റാൻലിക്കും എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട്. സ്റ്റാൻലി അവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സാധാരണ വീട്ടുവേലക്കാരി അവിടെ നിന്ന് പോന്നപ്പം അവളെ തേടി വന്നതുപോലൊന്നും അല്ല അവൻ വന്നിരിക്കുന്നത്. അവർ തമ്മിൽ നല്ല സ്നേഹമാണ്. ഒരു അധികാരഭാവത്തിലോ ഒരു ജോലിക്കാരിയോട് പെരുമാറുന്നത് പോലെയോ ഒന്നുമല്ല മനുശങ്കർ അലീനയോട് പെരുമാറുന്നത്. അവർ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്, ഒരുപോലെയാണ് പെരുമാറുന്നത്. എന്തോ ഒരു ബന്ധം ഇതിൻ്റെ അതില്ലെന്ന് സ്റ്റാൻലിക്കും തോന്നുകയാണ് കേട്ടോ. അലീനയാണെങ്കിൽ സ്റ്റാൻലിയോട് സംസാരിച്ചതിനൊക്കെ ശേഷം കൊണ്ടുപോയിട്ട് മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ട വാ, എൻ്റെ റൂം ഞാൻ കാണിച്ചു തരാം. മനുവേട്ടൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് റൂമൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. 5 സ്റ്റാർ രീതിയിലുള്ള ഒരു റൂമാണ് സ്റ്റാൻലി മോൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതെന്ന് മനു കാണുവാണ്. മനുവിന് അത്ഭുതം തോന്നുവാണ്. അവിടെ ഒരു വേലക്കാരിയെ പോലെ നിന്ന് നീ ഇവിടെ രാജകുമാരിയെ പോലെ ആണല്ലോ എന്ന് മനു ചോദിക്കുകയാണ് അലീനയോട്. അലീന പറയുന്നുണ്ട്, അതേ മനുവേട്ടാ, ഇവിടെ ഞാനൊരു രാജകുമാരിയെ പോലെയാ, എൻ്റെ പപ്പായുടെ രാജകുമാരി. ഈ റൂം കണ്ടില്ലേ, ഇത് എനിക്ക് വേണ്ടി പപ്പ ഒരുക്കി തന്ന റൂമാ. ഇതൊക്കെ ഞാൻ അങ്ങ് ആസ്വദിക്കുക മനുവേട്ടാ എന്ന് പറയാം. അപ്പോഴേക്കും മനു പറയാ, ശരിയാ, നീ ആസ്വദിക്കണം, നിനക്ക് അർഹതപ്പെട്ടതാ ഇതൊക്കെ. ഇത്രയും നാളും നീ വൈജയുടെ മോള് മാത്രമാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴാണ് ഒരു റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്, റിട്ടയർഡ് കേണൽ മാത്രമല്ലല്ലോ, ഒരു വലിയ പ്ലാന്റർ കൂടിയല്ലേ, ഒരു പ്ലാന്ററിൻ്റെ കൂടി മോളല്ലേ നീ ഇപ്പം. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലേ അലീന. അലീന, നീ എത്തേണ്ടടുത്ത് തന്നെ എത്തി എന്ന് മനു പറയാണ്. നീ ഇതൊക്കെ അർഹതപ്പെട്ടതാ. ഇത്രയും നാളും അനാഥാലയത്തിൻ്റെ ആ ഇരുളിൽ കിടന്ന നിനക്ക് അർഹതപ്പെട്ട എല്ലാം കിട്ടി. ഇതെല്ലാം നീ നന്നായിട്ട് ആസ്വദിക്കണം എന്നൊക്കെ മനു പറയുന്നുണ്ട് അലീനയോട്. അലീന പറയാ, ശരിയാ മനുവേട്ടാ, അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടതല്ല മനുവേട്ടാ. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അതൊക്കെ എൻ്റെ ഒരു സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. ഇപ്പം അതൊക്കെ സത്യമായി വന്നു എന്നൊക്കെ പറയുക. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മനുവേട്ടന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കട്ടെ, മനുവേട്ടൻ ഊണൊക്കെ കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയുക. അങ്ങനെ അലീന അടുക്കളയിൽ പോയി ധൃതി പിടിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം ഭക്ഷണമെല്ലാം ഊണുമേശയിൽ വിളമ്പി വെക്കുന്നുണ്ട്. മനുശങ്കർ അവിടെ വന്നിരിക്കുകയാണ്. കൂടെ സ്റ്റാൻലിയും ഔതക്കുടിച്ചായനും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഭക്ഷണം അലീന വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം മനുവിന് വളരെ നല്ല രീതിയിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഔതക്കുട്ടിച്ചായനും സ്റ്റാൻലിയും ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റാൻലിക്ക് അതങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല. സ്റ്റാൻലിയുടെ മനസ്സിൽ എന്തോ ഒരു കരട് പോലെ തോന്നുകയാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് സ്റ്റാൻലി മനസ്സിൽ ഉറപ്പിക്കുകയാണ്. വൈജിയുടെ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധം അത് വേണ്ട. ബാലചന്ദ്രമേനോന് ഇവിടെ വരാം, എപ്പോൾ വേണേലും മോളെ കാണാം. അതുപോലെ അവിടുന്ന് മറ്റുള്ളവരാരും ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമില്ല.
അവൾ എൻ്റെ മോളാണ്, വൈജയുടെ ബന്ധുക്കളുമായിട്ടൊരു ബന്ധുത്വം അത് ശരിയാവില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ സ്റ്റാൻലി. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മനുവുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങാണ് അലീന. എന്നിട്ട് പറയുന്നുണ്ട്, മനുവേട്ടനെ ഞാനൊരു സ്ഥലം കാണിച്ചു തരാൻ കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ ഡ്രൈവർ ബൈജുവിനെ വിളിക്കുകയാണ് അലീന. എന്നിട്ട് പറയാ, വണ്ടി എടുത്തിട്ട് വാ മനുവേട്ടാ, നമുക്ക് ഒരിടം വരെ പോണം എന്ന് പറയാണ്. എങ്ങോട്ടാ എന്ന് മനു ചോദിക്കുക. അപ്പം അലീന പറയാ, അതൊരു സർപ്രൈസാ, മനുവേട്ടനെ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം, നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയാ. ബൈജു വണ്ടിയുമായിട്ട് വരുമ്പം മനുവും അലീനയും അവധക്കുട്ടിച്ചായനും എല്ലാവരും കൂടി വണ്ടിയിൽ കയറുകയാണ്. നേരെ തോട്ടത്തിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അലീന. തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് തോട്ടവും ജോലിക്കാരെയും പമ്പ് ഹൗസും എല്ലാം അലീന കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ തോട്ടം, എൻ്റെ പപ്പായിയുടെ തോട്ടമാണ് എന്ന് പറഞ്ഞ് കാണിക്കുക. അവിടുത്തെ അത്ഭുത കാഴ്ചകളെല്ലാം മനുവിനോട് വിവരിക്കുകയാണ്. അതെല്ലാം കണ്ട് മനുവിൻ്റെ കണ്ണ് തള്ളുകയാണ് കേട്ടോ. കാരണം അനന്തമായിട്ട് കിടക്കുന്ന ആ തോട്ടത്തിലൂടെ അവർ നടക്കുകയാണ്. ഓരോ സ്ഥലവും വളരെ ആവേശത്തോടെ അലീന മനുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. മനു കൂടെയുള്ളപ്പം അലീനയ്ക്ക് വല്ലാത്തൊരു സന്തോഷം ഔതക്കുട്ടിച്ചായും കാണുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടിച്ചായനും ഇതിലെന്തോ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തിട്ട് വൈകുന്നേരത്തോടു കൂടി അവർ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക്. തിരിച്ച് വീട്ടിലെത്തുന്ന മനു പോകാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, മനുവേട്ടൻ പോവാണോ, ഇടയ്ക്ക് വരണം കേട്ടോ മനുവേട്ടാന്ന് പറയുക. അപ്പോൾ മനു പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്കൊക്കെ മനുവേട്ടനെ വിളിക്കാം, മനുവേട്ടനും വിളിക്കണം എന്ന് പറയുക. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഞാൻ പോവാന്ന്. അപ്പോൾ അലീന ബൈജുവിനോട് പറയുന്നുണ്ട്, ബൈജു ചേട്ടാ വണ്ടി എടുത്തിട്ട് വാ എന്ന് പറയാം, മനുവേട്ടനെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അലീനയും മനുവും കൂടെ ഒന്നിച്ചിറങ്ങാണ്. മുറ്റത്തിറങ്ങി നിൽക്കുന്ന അലീനയെ മനു സൂക്ഷിച്ചൊന്ന് നോക്കുകയാണ്. അലീനയും നോക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് കേട്ടോ. പിരിയുന്നതിൻ്റെ വിഷമം അവരുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. മനുവിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നുവാണ്. മനു അലീനയോട് ചോദിക്കുക, അലീനെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വന്ന് നിന്റെ സന്തോഷമൊക്കെ കണ്ടപ്പം എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ ഞാൻ നിന്നോട് വിഷമത്തോടു കൂടി ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അലീന പറയാ, എന്താ മനുവേട്ടാ, നിനക്ക് എന്നെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയേ, എന്താ മനുവേട്ട ഇത്, മനുവേട്ടൻ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത്, എനിക്ക് അങ്ങനെ പറ്റുമോ മനുവേട്ട എന്ന് പറയുമ്പം മനു പറയാ, അല്ല നീനെ, എൻ്റെ മനസ്സിലൊരു വിങ്ങല്, എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ എന്നൊരു തോന്നല്. ഇവിടെ വന്ന് കണ്ടപ്പോൾ നീ എനിക്കിനി നഷ്ടപ്പെടുവോ, എന്നേക്കുമായിട്ട് നീ ഇങ്ങ് പോന്നതാണോ എന്നൊക്കെ എനിക്കങ്ങ് തോന്നുവാണ്. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല അലീനയെന്ന് പറയാം. അപ്പം അലീനയും പറയാം, ഞാൻ എന്താ മനുവേട്ടാ പറയുന്നത്, എനിക്കും മനുവേട്ടനെ നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ട്. ഇതിങ്ങനൊരു അവസാനത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മനുവേട്ടാ. ഇപ്പം ഇതെനിക്ക് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായി എന്ന് പറയാം. എന്നിട്ട് അലീന മനുവിനോട് ചേർന്ന് നിൽക്കുകയാണ്. മനു അലീനയും ചേർത്ത് പിടിക്കുകയാണ്. രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട്. കണ്ണിലേക്ക് പരസ്പരം രണ്ടുപേരും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബൈജു വണ്ടിയുമായിട്ട് വന്നു. വണ്ടിയുമായിട്ട് ബൈജു വരുമ്പോഴേക്കും അലീന മനുവിനെ യാത്രയാക്കുകയാണ്. വണ്ടിയിൽ കയറ്റി വിടുക. എന്നിട്ട് പറയാ, മനുവേട്ടനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരണേ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞ് വണ്ടി വിടുകയാണ്. വണ്ടി വിടുമ്പോഴും മനു തിരിഞ്ഞു നോക്കി കൈ വീശി കാണിക്കുന്നുണ്ട്. അപ്പം അലീനയും അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ ജനലരികിൽ നിന്ന് സ്റ്റാൻലി കാണുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലിയുടെ മനസ്സിലും ഒരു വിങ്ങൽ തോന്നുകയാണ്. ഈ ബന്ധം ഇതങ്ങനെ തുടർന്നു പോയാൽ ശരിയാവില്ല, അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെയാണ് ചെന്നുപെടുന്നത് എന്ന് സ്റ്റാൻലി ഓർക്കാണ്. ഔതക്കുട്ടിച്ചായനും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഔതക്കുട്ടിച്ചായനും മനസ്സിലാവുന്നുണ്ട് മനുവിൻ്റെ ഈ വരവ് വെറുതെയല്ല, അലീനയും മനുവും തമ്മിൽ നല്ല അഗാധമായ പ്രണയത്തിൽ തന്നെയാണ് എന്ന്. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ അവിടെ നോക്കി നിൽക്കുമ്പോഴും അലീന വഴിയിൽ തന്നെ നിൽക്കുകയാണ്. ആ സമയം ബൈജു മനുവിനെ കൊണ്ട് സ്റ്റാൻഡിൽ വിട്ടതിന് ശേഷം ഒരു 10-20 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് തിരിച്ച് കാറുമായി വന്നത്. അതുവരെ അലീന ഗേറ്റിൻ്റെ അവിടെ തന്നെ നിന്നു. അങ്ങനെ ബൈജു തിരിച്ചു വന്നപ്പോൾ ബൈജുവിനോട് കാര്യങ്ങളൊക്കെ തിരക്കി. എന്നിട്ടാണ് അലീന അകത്തേക്ക് കയറി വന്നത്. അപ്പോഴേക്കും ഇത് കണ്ട് സ്റ്റാൻലിക്ക് അത്ര ഇതൊന്നും പിടിച്ചില്ല. അപ്പോഴേക്കും ഔതക്കുട്ടിച്ചായനെ വിളിച്ചിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുക, എന്താടാ? അല്ല, അപ്പച്ചൻ കണ്ടില്ലേ ആ ചെറുക്കൻ വന്നത്, അവൻ വെറുതെ വന്നതാണെന്ന് അപ്പച്ചൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാ, അവൻ സ്നേഹമുള്ളവനാ, നല്ല പയ്യനാ, അതുകൊണ്ടല്ലേ അവൻ അവളെ തേടി ഇവിടെ വരെ വന്നത്. അവളെ കാണാനും അന്വേഷിക്കാനും വന്നതായിരിക്കും. മേനോൻ അതുപോലെ ഇവിടെ വരുന്നുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും എന്ന് പറയാണ്. അപ്പം ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, മേനോൻ വരുന്നത് പോലല്ല അവൻ വന്നത്. മേനോൻ ഇടയ്ക്ക് വരുന്നതും കാണുന്നതും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ആ ബന്ധം തുടർന്നു പോകുന്നതിലും എനിക്കൊരു പ്രശ്നവുമില്ല. അലീനയെ മേനോന് എപ്പോൾ വേണേലും വന്ന് കാണാം, വിളിക്കാം, സംസാരിക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വൈജയുടെ ആങ്ങളയുടെ മോനാണ്.
അങ്ങനെ ഒരു ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അപ്പച്ചൻ അറിയാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാം, അതേടാ അതെനിക്ക് മനസ്സിലായി. ഇപ്പം അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പം എനിക്കങ്ങനെ തോന്നി. ഒരിക്കലും ഒരു വേലക്കാരിയെ തേടി വരുന്നത് പോലല്ല ആ പയ്യൻ ഇവിടെ വന്നത്. അവളോട് സംസാരിച്ചതും പെരുമാറിയതും ഒന്നും അങ്ങനൊന്നും അല്ല. അവർ തമ്മിൽ എന്തോ നല്ല ബന്ധത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സ്റ്റാൻലി പറയാ, അത് എനിക്കും തോന്നി അപ്പച്ച. പക്ഷെ ആ ബന്ധം തുടർന്നു പോകുന്നതിൽ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ അതിന് എതിർപ്പ് പറയുക തന്നെ ചെയ്യും. അപ്പോൾ അലീനയുടെ മനസ്സ് വേദനിക്കും. അങ്ങനെ വേദനിച്ചാൽ അതെനിക്കും വേദനിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ അപ്പച്ചൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ബന്ധത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനായിട്ട് അപ്പച്ചൻ തന്നെ പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ സ്റ്റാൻലി നമ്മളത് പറയുന്നത്? ലാലിച്ച, നിനക്കറിയില്ലേ, അവൾക്ക് അവനെ ഇഷ്ടമായിരിക്കും. അവർ തമ്മിലുള്ള ആ സംസാരവും പെരുമാറ്റവും എല്ലാം കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ നമ്മളതിന് എതിർപ്പ് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇല്ല അപ്പച്ചൻ സംസാരിക്കണം. ആ ബന്ധം മുന്നോട്ട് പോകുന്നതിനോട് എനിക്ക് ആവശ്യമില്ല. അവളുടെ മനസ്സ് വിഷമിക്കുന്നതും എനിക്ക് താല്പര്യമില്ല. അവളെ അപ്പച്ചൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവർ തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധങ്ങളുണ്ടോ എന്ന് അപ്പച്ചൻ മനസ്സിലാക്കി എടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ഉദക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അതെ ഞാൻ അവളോട് സംസാരിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും തരാൻ എനിക്ക് പറ്റില്ല സ്റ്റാൻലി എന്ന് പറയുക. അങ്ങനെ സ്റ്റാൻലി പോവാണ്. ഔതക്കുട്ടിച്ചായനാണെങ്കിൽ ആ സമയം അലീനയോട് അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, മോളെ മനുശങ്കർ പോയി അല്ലേ? നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, മനുവേട്ടൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരൻ. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പയ്യൻ നിന്നെ തേടി ഇവിടം വരെ വന്നത് വെറുതെ അല്ല എന്നെനിക്കറിയാം. ആ പയ്യൻ ആരാന്നാ പറഞ്ഞത്? അത് ആ അച്ഛൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ മോൻ. അങ്ങനെയോ? അല്ല, അച്ഛൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ മോൻ. ആ അതെ അല്ലേ, അങ്ങനെയാണല്ലേ. അങ്ങനെയാണെങ്കിൽ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുമല്ലോ അല്ലേ എന്ന് പറയാം. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാ. മനുവേട്ടന് എന്നോട് വലിയ കാര്യമാണ്. നല്ല സ്നേഹവും കരുണയും അലിവും ഒക്കെ ഉള്ള ചെറുപ്പക്കാരനാ മനുവേട്ടൻ എന്നൊക്കെ വാതോരാതെ അലീന ഇങ്ങനെ പറയുക. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുക, അവനറിയോ നീ വൈജിയുടെ മോളാണെന്ന്? സത്യങ്ങളൊക്കെ ആ പയ്യനെ അറിയാവോ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, അറിയാം, മനുവേട്ടൻ അറിയാം എന്ന് പറയാണ്. അതെന്താ, മേനോൻ പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഔതക്കുട്ടിച്ചായൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല അച്ഛൻ പറഞ്ഞതല്ല. അച്ഛനൊക്കെ മുമ്പ് തന്നെ മനുവേട്ടൻ എങ്ങനെയോ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഓഹോ, അവൻ നിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, അതെ അതെ വല്യപ്പച്ച, എൻ്റെ വിവരങ്ങളൊക്കെ മനുവേട്ടൻ എങ്ങനെയോ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. ചിലപ്പം എന്നോടുള്ള താല്പര്യം കൊണ്ടും സ്നേഹം കൊണ്ടും ആയിരിക്കും മനുവേട്ടൻ അങ്ങനെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുക, ഓ അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടല്ലേ? മനുവിന് നിന്നോട് സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടെന്നാണോ പറയുന്നേ? അപ്പം അലീന പറയാൻ, അതെ അങ്ങനെ ഒരു സ്നേഹവും താല്പര്യമൊക്കെ മനുവേട്ടൻ എന്നോടുണ്ട്. എല്ലാവരും എന്നെ വെറുത്തപ്പോഴും അവിടുത്തെ ഒരു വേലക്കാരിയായിട്ട് അവിടെ കിടന്നപ്പോഴും എന്നെ സ്നേഹിച്ചതും എന്നോട് അനുകമ്പ കാണിച്ചതും ഒക്കെ മനുവേട്ടനാണ്. ആ സ്നേഹവും അനുകമ്പയും എല്ലാം സത്യമാണെന്നുള്ള കാര്യം എനിക്കറിയാം. മനുവേട്ടനെ എനിക്ക് നന്നായിട്ടറിയാം. നല്ലൊരു ആൾ തന്നെയാണ് മനുവേട്ടൻ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുക, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിനക്കും അവനോട് സ്നേഹമുണ്ടോ? നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ എന്ന് ചോദിക്കുക. ഉടനെ അലീന ഒന്ന് ഞെട്ടിപ്പോവുക. അതിനുശേഷം പറയുന്നുണ്ട്, അതെ അതെ വല്യപ്പച്ച, ഞാൻ എന്താ പറയേണ്ടത്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മനുവേട്ടനോട് എനിക്ക് ഇഷ്ടമാണ്, മനുവേട്ടനോട് എനിക്ക് സ്നേഹമാണ് എന്ന് പറയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാം, അയ്യോ മോളെ അങ്ങനെയൊന്നും വേണ്ട, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ. നമ്മൾ ക്രിസ്ത്യാനികൾ അമ്മയുടെ ആങ്ങളയുടെ മോനെ സഹോദരനായിട്ടല്ലേ കാണുന്നത്. അങ്ങനെ ഒരു സഹോദരനായിട്ടല്ലേ നീ അവനെയും കാണേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാ, അതൊക്കെ ശരിയാ വല്യപ്പച്ച, ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് കരുതിയത്, ഒരു സഹോദരനായിട്ട്. പക്ഷേ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാനൊരു കള്ളിയാണ്. എൻ്റെ മനസ്സിൽ മനുവേട്ടനോട് ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അതങ്ങനെയായത്. സഹോദരനായിട്ട് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ വീണ്ടും പറയാണ്, അത് മോളെ, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, നീ ലാലിച്ചൻ്റെ മോളല്ലേ, ലാലിച്ചൻ ഒരു ഒന്നാം തരം ക്രിസ്ത്യാനിയാ. അങ്ങനെയുള്ളപ്പം നീയും അവനെ അങ്ങനല്ലേ കാണാൻ പറ്റുള്ളൂ, ഒരു സഹോദരനായിട്ട്. അല്ലാതെ ഭർത്താവായിട്ട് കാണാൻ നിനക്ക് പറ്റുമോ? നമുക്ക് അങ്ങനെ ഒരു ആചാരം ഇല്ലല്ലോ മോളെ. അതുകൊണ്ട് മോൾ അതങ്ങ് മറന്നേക്ക് എന്ന് പറയാണ്. ഉടനെ തന്നെ അലീന പറയാ, അതൊന്നും പറയല് വല്യപ്പച്ച, അങ്ങനൊന്നും പറയരുത്. ഈ ജാതിയും മതമൊക്കെ എന്താ വല്യപ്പച്ച? ഞാൻ അനാഥാലയത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് വളർന്നത്. അത് എൻ്റെ അച്ഛൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല. രേവതിക്കുട്ടി ഒരു ഹിന്ദുവായിട്ടാണ് വളർന്നത്. അവള്
ഹിന്ദുക്കളുടെ മകളായിട്ടല്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുറിയിൽ ഒന്നിച്ചിരിക്കുമ്പം സ്വന്തം സഹോദരങ്ങളായിട്ടേ തോന്നിയിട്ടുള്ളൂ. ക്രിസ്ത്യാനിയും ഹിന്ദുവും അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. അതുപോലെ ഞാൻ വളർന്നത്. അങ്ങനെ ഒരു ജീവിതത്തിലുള്ള ഞാൻ എന്താ വലിപ്പച്ച പറയേണ്ടതെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഔതക്കുട്ടിച്ചായന് മനസ്സിലാവുകയാണ് താൻ ചോദിച്ച ചോദ്യത്തിലെ തെറ്റെന്താണെന്ന്. അപ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട്, എന്ത് പറയാൻ വലിപ്പച്ച, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ മനസ്സിൽ ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെയാ. മനുവേട്ടനെ എനിക്ക് ഇഷ്ടം തന്നെയാ. മനുവേട്ടനെ മറക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ ദേ ഇപ്പം ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ എത്തുമെന്നോ ഞങ്ങളുടെ ബന്ധം ഇങ്ങനൊരവസ്ഥയിലേക്ക് വന്നു ചേരുമെന്നോ ഞാൻ ആലോചിച്ചതല്ല. എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം കലങ്ങി മറിഞ്ഞായിരുന്നു. എനിക്ക് എൻ്റെ പപ്പായെ കിട്ടി. പക്ഷേ പപ്പായ്ക്ക് മനുവേട്ടനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് മനുവേട്ടനെ മറക്കാൻ പറ്റില്ല വല്യപ്പച്ച. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അലീന പൊട്ടിക്കരയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോളെ നീ കരയേണ്ട മോളെ, എല്ലാം ശരിയാവും. എല്ലാം കർത്താവ് ഒരെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കുകയുള്ളൂ. അതെങ്ങനെയെങ്കിലും അങ്ങ് ശരിയാവും എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ അലീനയും പറയാം, ശരിയാ, ദൈവം തീരുമാനിക്കുന്നത് പോലല്ലേ നടക്കുള്ളൂ വല്യപ്പച്ച. അതെന്തായാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാണ് കേട്ടോ. അതേസമയം ഔതക്കുട്ടിച്ചായന് മനസ്സിലാകാണ് അലീനയും മനുവും തമ്മിൽ നല്ല പ്രണയത്തിൽ തന്നെയാണ്. അവരെ പിരിക്കാൻ നോക്കുന്നത് തെറ്റാണ്. പക്ഷെ അവരെ ഒന്നാക്കാൻ നോക്കാൻ പറ്റുകയില്ല. ലാലിച്ചൻ്റെ മോളാണ് അലീന. അത് വീണ്ടും വൈജയുടെ കുടുംബക്കാരുമായിട്ട് ബന്ധമുണ്ടായ അത് ശരിയാവാൻ പോകുന്നില്ല. അത് ലാലിച്ചനും വൈജയും ഒന്നും അംഗീകരിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ ഒന്നാവുന്നത് എന്നൊക്കെ ഔതിക്കുട്ടിച്ചായനും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയുടെയും മനുവിൻ്റെയും പ്രണയത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിള്ളലൊക്കെ വരാൻ പോവാണ്. നമ്മുടെ ലാലിച്ചൻ അതിനെതിരെ നിൽക്കാനൊക്കെ പോകുന്നുണ്ട്. നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ വരാനായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്